പരിഭ്രാന്തരായിട്ട് വന്നു. തിരുവേണി ഇവിടെ ക്ഷേത്രത്തിൽ എണ്ണത്തിൽ കൊണ്ടുപോകുന്ന ആന ഇതിൻ്റെ ഒരു നിരവധി പേർക്ക് മരിച്ചു പറ്റിയിട്ടുണ്ട്. അവർ ചില ആശുപത്രിയിലുണ്ട്. അവർ കാണാൻ പോകുന്ന തിരക്കിലാണ്. ശരി തിരുവേണി. കൊല്ലത്തിൽ 5 6 പണി ഞങ്ങൾ വളരെ പരിഹാരം. നമുക്ക് വരുണദേവനുമായി ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് മകളെ, വേറെ ഗുപ്തിയാണെന്ന് തോന്നുന്നല്ലോ. നമ്മോട് പറയാൻ മടിയില്ലെങ്കിൽ പറയൂ. എൻ്റെ പേര് മോണിക്ക. എൻ്റെ വീട് വയനാട്ടിലാണ്. ഇവിടെ ഇപ്പോൾ മകളുടെ അടുത്താണ് താമസം. സ്വന്തം മകളുടെ അടുത്ത് താമസിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? അതല്ല ഇപ്പോൾ എൻ്റെ വിഷയം. എനിക്കവിടെ സ്വന്തമായി സ്ഥലവും നല്ലൊരു വീടും കുറച്ച് പശുക്കളും ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ഒരു പൊട്ടൽ അതെല്ലാം നഷ്ടപ്പെട്ടു. അധികൃതരുടെ ഭാഗത്ത് നിന്ന് സഹായങ്ങളൊന്നും കിട്ടിയില്ലേ? ഒരു ഗ്രാമം മരിച്ചു പോയാൽ അതെങ്ങനെ തിരിച്ചു തരാനാണ് പറയുന്നത്. അതിന് എന്തെല്ലാം സഹായങ്ങൾ വേണ്ടിയാണെന്ന് അറിയില്ല. ഒരു വസ്ത്രം മാത്രമേ സമാധാനത്തോട് പോയിക്കോളൂ. മകനെ, ഇവിടെ പല ഭവനങ്ങളിലും ആൾക്കാർക്കില്ലാത്തവർക്ക് വേണ്ടി നാം കുറേ ദിവസമായി ഇവിടെയെല്ലാം കറങ്ങുന്നു. പല വീടുകളിലും ആളുകളുമില്ല, ആരവങ്ങളുമില്ല, ഭൂവിടികളും ഒന്നും കാണാനില്ല. തിരുമേനി, ഞാൻ കാര്യം പറഞ്ഞില്ല. ഇപ്പോഴത്തെ കുടുംബത്തിൽ 1 2 മക്കളാണ്. അത് ആ വീട്ടിൽ ഇവരെ മക്കളെ ഇങ്ങനെ വളർത്തി വലുതാക്കി പഠിച്ച് ഇതൊക്കെ വാങ്ങിക്കൊടുക്കും. പിന്നെ ഇവർ നാട്ടിലുണ്ടാവില്ല. അവരായാലും അമേരിക്കയിലോ ജപ്പാനിലോ യൂറോപ്പിലൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ വരും. ഞങ്ങളൊന്ന് വന്ന് കണ്ട് ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും. പിന്നെ എൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് വീട് ഇപ്പം വീട്ടിലേണ്ട അവസ്ഥയാണ്. അധികം വീടുകളും കൂട്ടിയിട്ട് വേണ്ടിയിരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വല്ലാത്തൊരവസ്ഥയാണല്ലേ നമ്മുടെ നാട്ടിൽ. തമ്പുരാനെ, ഒരു സാമൂഹ്യ സന്നദ്ധ സേനയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. അത് ഈയിടെയായിട്ട് നമ്മുടെ യുവാക്കളിലും കുട്ടികളിലും ഒക്കെ ലഹരിയുടെ ഉപയോഗം ഒരുപാട് വർദ്ധിച്ചു വരിക. അതിനുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ. സ്കൂളുകളും ക്ലാസ്സുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കും. മനുഷ്യകുലത്തിന് ആകെ ഉപകാരപ്രദവും ഏവർക്കും നന്മ നേടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എല്ലാവിധ അനുജാതികളും. തീർച്ചയായും തീർച്ചയായും. മക്കളെ, നിൽക്കും. നാം വരുന്ന വഴി പല വീടുകൾക്ക് മുന്നിലും കുഴികൾ കുത്തിയിരിക്കുന്ന കാണുന്നുണ്ടല്ലോ. എന്താണത്? അതോ, അത് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പിടുന്നതിന് വേണ്ടി കുറിച്ചതാണ് തിരുമേനി. ഓഹോ, ജപ്പാൻ അങ്ങൊരു വിദൂര പ്രദേശമല്ലേ? അവിടെ നിന്നാണോ ഇവിടേക്ക് വെള്ളം കൊണ്ടുവരുന്നത്? ഇവിടെ അത്രയും വെള്ളമില്ലാതായോ? അതല്ല തിരുമേനി, ഇതൊരു കുടിവെള്ള പദ്ധതിയുടെ പേരാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി. വെള്ളമൊക്കെ നമ്മുടെ നാട്ടിലെ വെള്ളം തന്നെയാണ്. ഇനി ഒരു വീട്ടിലും പ്രത്യേകം കിണറ് കുഴിക്കേണ്ട ആവശ്യമില്ല. പൈപ്പിൽ വെള്ളം എത്തിക്കോളും. വളരെ സന്തോഷകരമായ വാർത്തയാണല്ലോ. എല്ലാ ഭാവങ്ങളും നടന്നുള്ളൂ. ഈയിടെയായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ അധികമായി വരുന്നല്ലോ. കലികാലത്ത് പോലും ഈശ്വരന്മാർ സന്തുഷ്ടരല്ലെന്നുണ്ടോ? ഈശ്വരന്മാർക്ക് എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ തന്നെയാണ്. മതിയായ സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമസ്കാരം തിരുമേനി. നമസ്കാരം. സുഖമായിരിക്കുന്നോ? താങ്കളുടെ അനുഗ്രഹം കൊണ്ട് നാം സുഖമായിരിക്കുന്നു. സന്തോഷം. കാലുഷ്യത്തിൻ്റെ കപടമുഖമണിഞ്ഞ വർത്തമാനകാലത്തെ സ്തബ്ധമാക്കുന്ന ആമോദത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു കാലമുണ്ടായിരുന്നു. സർവചരാചരങ്ങളും ആഹ്ലാദപൂർവം ആർത്തുല്ലസിച്ച് ജീവിച്ച സ്നേഹത്തിൻ്റെ ഒരു വസന്തകാലം. മലകളും കുന്നിൻ ചെരുവുകളും പൂമെത്തിയൊരുക്കി കാത്തുനിന്ന പൊന്നിൻ ചിങ്ങമാസം. ചേതോഹരമായ ആ കാലഘട്ടത്തിന് കുളിർമയേകി ഒരു മഹാനുഭാവൻ ആ കാലത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും കടന്നു വരാറുണ്ട്.